ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നിന്ന് എങ്ങനെ നമുക്കൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നിന്നും എങ്ങനെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളത്. അതിനു മുന്നേ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഫസ്റ്റ് വീഡിയോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സബ്ജക്റ്റ് പ്ലസ് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ, ആം ഈസ് ആർ ഇതിലേതെങ്കിലും ഒന്ന് അല്ലെ, ആം ഈസ് ആർ ഇതിലേതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വെർബും പ്ലസ് വെർബിന്റെ ing ഫോം. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത്? സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റും ആം ഈസ് ആർ ഇതിലേതെങ്കിലും ഒന്നും അതേപോലെ വെർബിന്റെ ing ഫോമുമാണ് എന്ത്, ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. ഇതിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആം എന്ന ഹെൽപ്പിംഗ് വെർബ് ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി മാത്രമേ വരികയുള്ളൂ. ആം എവിടെയാണ് വരിക? ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി മാത്രമേ ആം എന്ന ഹെൽപ്പിംഗ് വെർബ് വരികയുള്ളൂ. ഹി ഷീ ഇറ്റ് എന്നുള്ള സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഏതാ വരിക? ഈസ്. യു ദേ വി എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണെങ്കിലോ ആറുമാണ് വരിക അല്ലെ. ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ ആമും ഹി ഷീ ഇറ്റ് എന്നുള്ള സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയൊക്കെ ഈസും യു ദേ വി എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയൊക്കെ ആറും ആണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഐ സബ്ജക്റ്റ് ആയി വരുന്ന സെന്റൻസിൽ നിന്ന് എങ്ങനെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ പ്ലേ എന്നുള്ള ഒരു വെർബ് നമ്മൾ എടുക്കുന്നതോ, പ്ലേ എന്ന വെർബിന്റെ ing ഫോം ഏതാണ്? പ്ലേ അല്ലെ. ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ ആമ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ പ്ലേ എന്ന വെർബിന്റെ ing ഫോം എന്താണ്? പ്ലേയിങ്. അപ്പൊ നോക്കൂ, ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഈ ആമിനെ സബ്ജക്റ്റിന്റെ അപ്പുറത്തേക്ക് അഥവാ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ആം ഐ പ്ലേയിങ് ക്രിക്കറ്റ്, ആം ഐ പ്ലേയിങ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ, ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അവിടെ ഉണ്ടായത് അല്ലെ. എന്താ നമ്മൾ ചെയ്തത്? ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ് എന്നുള്ള സെന്റൻസിൽ നിന്ന് ആം എന്ന ഹെൽപ്പിംഗ് വെർബിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. ആദ്യത്തിലോട്ട് കൊണ്ടുവന്നപ്പോൾ എന്തായി? ആം ഐ പ്ലേയിങ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതായി. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നിന്നും ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത്. എന്തേ ഉള്ളൂ ഇത് ചെയ്യേണ്ടത്? ആം എന്ന ഹെൽപ്പിംഗ് വെർബിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്തതുള്ളൂ. ആം ഐ പ്ലേയിങ് ക്രിക്കറ്റ് എന്നാക്കി മാറ്റി. അർത്ഥം എന്താണ്? ഞാൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി മാറി. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, ഐ ആം കുക്കിംഗ് ബിരിയാണി. ഐ ആം കുക്കിംഗ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്താർത്ഥം? ഞാൻ ഇപ്പോൾ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഐ ആം കുക്കിംഗ് ബിരിയാണി എന്നുള്ളതിന്റെ അർത്ഥം. ഇതിൽ നിന്നും നമ്മൾ എങ്ങനെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഈ ആമിനെ നമ്മൾ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക അല്ലെ. ആമിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ആം ഐ കുക്കിംഗ് ബിരിയാണി, ആം ഐ കുക്കിംഗ് ബിരിയാണി എന്ന് പറഞ്ഞ എന്തർത്ഥം? ഞാൻ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി മാറി. എന്താ ചെയ്തത്? ഐ ആം എന്നുള്ള ആമിനെ ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ എന്ത് ചെയ്തു? സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. ആം ഐ കുക്കിംഗ് ബിരിയാണി എന്നാക്കി മാറ്റി. ആം ഐ കുക്കിംഗ് ബിരിയാണി, ഞാൻ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായത് അല്ലെ. ഇപ്പൊ എന്താ ചെയ്തതുള്ളൂ? ആമിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു എന്നുള്ളത്. സബ്ജക്റ്റിന്റെയും അപ്പുറത്തേക്ക് അല്ലെ. ആം ഫസ്റ്റ് വന്ന് ആം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വന്നത്? സബ്ജക്റ്റ് വന്നത്. ആം ഐ കുക്കിംഗ് ബിരിയാണി, ഞാൻ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണോ. ഇനി അടുത്ത് നോക്കൂ, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് അല്ലെ. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആമിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ആം ഐ ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു അർത്ഥമാണ് വന്നത് അല്ലെ.
ആമിനെ നമ്മൾ എന്ത് ചെയ്തു? സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു, അഥവാ സബ്ജക്റ്റിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ ആം ഐ ടീച്ചിങ് ഇംഗ്ലീഷ് എന്നായി മാറി. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നുള്ള അർത്ഥം വന്നു അല്ലെ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് വന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിൽ നിന്നും പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത്.